തുണിയിലാണ് നിൽക്കുന്നത് വിചാരിക്കുന്നത്. ഞങ്ങളൊന്നൊരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് നമ്മുടെ വിജയ് സേതുപതിയുടെയും നിത്യമേനോൻ്റെയും പടം അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഒരു വ്ളോഗ് പോലെ നമ്മുടെ ഒപ്പം നിങ്ങളും വരാം, അത്രേ ഉള്ളൂ. ഞാൻ എണീറ്റു, കുളിച്ചു, ഒക്കെ റെഡി ആകാനുണ്ട്. പടം വന്ന് ഒബ്രോമളാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ടൈം 9:50 പടം. ഇപ്പം ടൈം 8:55 എന്തോ ആയി. റെഡി ആവണം, പിന്നെ ആ പൊട്ടനെ പോയി പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് വേണം ബ്രഹ്മൾക്ക് പോകാൻ. അപ്പോൾ ഓൾമോസ്റ്റ് ടൈറ്റാണ്, എത്തുമെന്ന് അറിയില്ല. ഫോൺ നോക്കി ബാക്കി കാണിക്കാം. നോക്കാം. അപ്പോൾ നല്ലതായിരിക്കാനായിരുന്നു ചാൻസ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. പടക ഹിറ്റായിരുന്നല്ലോ അതിൻ്റെ. നോക്കാം എന്തായാലും. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് വരാം. ഓക്കെ. റെഡി ആയിട്ടുണ്ട്. പക്ഷെ പുറത്തെല്ലാം മഴയാണ് കേട്ടോ. മഴയത്ത് പുറത്ത് മടിയാണ്, കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഇതെടുത്തല്ല വരത്തുള്ളൂ. അവനാണെങ്കിൽ വൈകുന്നേരം പാലക്കാട് നാട്ടിലോട്ട് പോവുക. പിന്നെ അവനെ കിട്ടത്തില്ല. അപ്പോൾ അവന് ഇത്ര രാവിലെ പടത്തിന് വന്നു വെച്ചാൽ അതിനുവേ ഇറങ്ങാം. ടൈമായോ, 10 മണിയായി, 9 മണിയായി. ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ഒട്ടത്തെത്തി പോവാം. അവനെ പിക്ക് ചെയ്യാം, എന്നിട്ട് വേണം പോവാൻ. അപ്പോൾ ആയോ നമുക്ക് പോവാം. അവനെ പിക്കായിട്ട് വരാം. നമ്മൾ അവൻ്റെ അടുത്ത് എത്തിയിട്ടോ. എടാ വാടാ, കയറി വാടാ, കയറാം. വന്നു ചെറുക്കൻ വന്നു ഗൈസ്. ഇപ്പം ടൈം വന്ന് 9:34. 9:50 പടം. 9:50 പടം. എത്തുമെന്നറിയില്ല, നോക്കാം. അവിടെ കറക്റ്റ് ടൈമിൽ തുടങ്ങാറുള്ളത്. ഞാൻ പോയപ്പോ കറക്റ്റ് ടൈമിൽ തുടങ്ങണം. 9:55 അപ്പോൾ ഉണ്ടി നോക്കണ്ട. നമ്മൾ ഒബ്രോമകളെത്തി, പക്ഷെ കുറച്ച് വൈകി. പടം എത്ര മണിക്കടാ? പടം 9:55 9:55. നമ്മളിപ്പോൾ 9:55 റോട്ടിൽ നിൽക്കുക. കയറണുള്ളൂ, സ്റ്റാഫ് എൻട്രി ഉള്ളു. ഇവരുടെ പാർക്കിംഗ് പുറകിലാണ്. നമ്മൾ നടന്ന് മേളത്ത് മിക്കാറും 10 മിനിറ്റ് എന്തായാലും പോകും. സിനിമയുടെ 10 മിനിറ്റ് പോയി കിട്ടി. താങ്ക്സ്. എന്താണ് കയ്യിലുള്ള? എന്താണ് ഫാസിൽ പഠിക്കണം? 9:55 ആയിട്ടാ. 55 ആവുള്ള. 9:10 10 മണിയായി. 5 മിനിറ്റ് പോയി കിട്ടിയിട്ടുണ്ട് പടത്തിൻ്റെ. ഇനി നടന്ന് ടോപ്പെത്തണം. ഒരു 5 മിനിറ്റ് കൂടെ പോകും. പിള്ളേർ ഇത് നടന്നാലും എത്തത്തില്ല. പള്ളിപ്പുറം പോലെ നിൽക്കുക. സെക്കൻഡ് എസ്കലേറ്റർ അക്കംപ്ലിഷ്ഡ്. അക്കംപ്ലിഷ്ഡ് നമ്പർ 3. നമ്മുടെ പടം നൈസ് പടം അല്ലേ? പടം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല പടം? നല്ല പടം, ഫീൽ ഗുഡ് മൂവി. ചിരിക്കാനുണ്ട്. സംഭവം ഇതിനകത്ത് നിത്യമേനോനും അവരുടെ കോമ്പോ ഉണ്ടല്ലോ. നിത്യമേനോനും വിജയ് സേതുപതിയുടെ അല്ലേ? നൈസ് കെമിസ്ട്രി വർക്കിലേക്ക്. അത് ചിരി കാണുമ്പോൾ തന്നെ ചിരി വരും. നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സംഭവം നല്ല കൊള്ളാം അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചത് മാരീശ്വരൻ ഇറങ്ങിയിട്ടുണ്ട്. മാരീശ്വരനല്ലേ? ഫാസിലിൻ്റെയും വടിവേലു പുള്ളി രണ്ടുപേരുടെയും പുതിയ പടം നിന്ന് രണ്ടും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. റിസോർട്ട് അതും കൂടെ കണ്ടേക്കാം അല്ലേ? ഫ്രീ ആണ്, വേറെ പണിയൊന്നും. പിന്നെ നമ്മളെ കാണാൻ വെച്ചു. പടം ഇപ്പോൾ 10 മണി. ഇപ്പോൾ അവിടെ 1:06 പടം 1:30 നൈസായിട്ട് കൊടുത്ത ഫുഡ് കോട്ടി വന്ന് ചായ കുടിച്ചെങ്കിൽ ചായ അവൻ ചായ കുടിച്ച്, ഞാൻ ഒന്നും കഴിച്ചില്ല.
ഡയറ്റ് അതൊക്കെ ഒരു തള്ളല് മാത്രമേ ഉള്ളൂ. ആദ്യം എന്റെ മുമ്പ് അവനെ കുടിച്ചേർത്ത ഇല്ല ഞാന് ആക്ച്വലി ഞാൻ ചായ അഡിക്റ്റാണ്, ഭയങ്കര ചായ അഡിക്റ്റാണ്. ഒരു 3-4 ദിവസം ചായ നിർത്തി വെച്ചത്. പിന്നെ ബില്ല് ചെയ്തപ്പോൾ 2 ചായ പറഞ്ഞു. കാര്യം അത്ര ആലോചിച്ചില്ല, കുടിക്കേണ്ടി വന്നു. ഇപ്പൊ വീട്ടുകാർ കാണുമ്പോൾ അതിനാണ് കലിക്കണം. 2 ദിവസമായിട്ട് ഞാൻ മഞ്ഞ കുടിച്ചിട്ടില്ല. ഒരു ദിവസം എന്തുകൂടാൻ കുഴപ്പമില്ല. ഇതിനകത്തിനെന്ത് കൂടാൻ ഓൾറെഡി കൂടിയിരിക്കുക. എന്തായാലും ഇനി ഒരു അരമണിക്കൂറും കൂടെ ഇവിടെ ഇരുന്നിട്ട്, അരമണിക്കൂറില്ലല്ലോ, അരമണിക്കൂർ ഇനിയില്ല, കുറച്ച് ഇരുന്നിട്ട് 22-23 മിനിറ്റ് കൂടി അതിൻ്റെയും കൂടെ ഒരു ഒപ്പീനിയൻ വീഡിയോ വരുന്നതായിരിക്കും. ഞാൻ മാത്രമേ നമ്മൾ ഇത്ര നാൾ സിനിമ കണ്ടിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. കാര്യം വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നെ ടൈം എടുക്കുന്നുണ്ട്. ഞാനും വേറെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ടൈം കിട്ടാറില്ല. പിന്നെ ഇപ്പോൾ ബ്ലോഗ് ആകുമ്പോൾ ഒറ്റടിക്ക് കാര്യം തരും, വീഡിയോ സംഭവം അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് ഈ സാധനം അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ആ പടം കൂടെ കണ്ടിട്ട് ഞങ്ങൾ വരാം. എന്തായാലും ഇപ്പോഴും മരം കൊള്ളാറുണ്ട്. അടുത്ത പടം ഉപയോഗിക്കുന്നു പറയാൻ നോക്കാം. അത്യാവശ്യം പടത്തിന് അത്യാവശ്യം നല്ല പടമാണ്. നമ്മ അവിടെ നിന്ന് കണ്ടപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ആറാട്ടെണ്ണ ഉണ്ടായി. ഫ്രണ്ടില് ഏറ്റവും ഫ്രണ്ടിൽ ആറാട്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. പുള്ളീനെ വനിതാ അടിയിൽ നിന്ന് പുറത്താക്കി തോന്നുന്നുണ്ട്. അതറിയോ ബ്രോമാലിന് വന്നിരുന്ന് കാണുന്നത്. സത്യം അവിടെ ഇപ്പൊ കയറ്റില്ലാന്ന് എന്ത് ആള് പോകണുണ്ട് കേട്ടോ. പിന്നെ ഒന്നും പടം കൊള്ളാൻ പ്ലീസ് വന്ന് കാണാൻ. പിന്നെ മാരീശ്വരം കണ്ടിട്ട് ഒരു എത്ര 1.5 കിലോ പടം. ആ ഭാഗ്യം നമ്പർ ഏതാ? 2. ഗൈസ് പടം കണ്ടു കഴിക്കട്ടാ. ഞാൻ വിളിക്കാൻ കാണിച്ചാ. ഹലോ, നീ ഇവിടെ ഇപ്പുറത്താ ഇങ്ങോട്ടൊക്കെ. പടം മാരീശ്വരൻ പറ എങ്ങനെയുണ്ട്? അത് ട്രെയിലറിൽ ഉദ്ദേശിക്കുന്ന സാധനമല്ല പടം അല്ലേ? ട്രെയിലറിൽ ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഇൻട്രോയോടെ അടുപ്പിച്ചത് ട്രാക്ക് മാറുന്നുണ്ട്. കിടിലം പടം. സെക്കൻഡ് ഹാഫ് തൂക്കിയേക്കുന്ന സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് എനിവേ എന്തായാലും പടം അടിപൊളിയാ. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. ഇന്ന് ഇറങ്ങിയ 2 മലയാളം പടം, മലയാളം അതായത് തലവൻ തലവിയും മാരീശ്വരൻ. അത് വേറൊരു എക്സ്ട്രീം പടം, ഇത് വേറൊരു എക്സ്ട്രീം പടം. 2 ടൈപ്പാ, 2 ജോണറാണ്. 2 കൊള്ളാട്ടോ, 2 അടിപൊളിയാട്ടോ. തമിഴിൽ നിന്ന് ഇപ്പൊ കുറെ നല്ല സിനിമകൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ. ഗുഡ് ലൈഫ് പാലല്ലേ അല്ല, ടൂറിസ്റ്റ് ഫാമിലി എന്തിനാണ് അങ്ങനെ പടമില്ലേ? ഗുഡ് ബാഡ് ആക്കി ഉദ്ദേശിച്ചത് ടൂറിസ്റ്റ് ഫാമിലി അങ്ങനത്തെ കൈൻഡ് ഓഫ് പടങ്ങളും ഭയങ്കര ഹിറ്റാവും. കൊമേഴ്ഷ്യൽ പടങ്ങളല്ല, അത് റിയലിസ്റ്റിക്സ് ആണ്. അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് സെറ്റ്, സെക്കൻഡ് ഹാഫ് അതിക്ക് സംഭവം നല്ല അടിപൊളിയാണോ. ഇത് നമ്മളിപ്പോ റിവ്യൂ ആയിട്ടൊന്നും ചെയ്യണമെന്നില്ല. അടിപൊളിയൊക്കെ ആ ക്യാരക്ടറിൽ നിന്ന് വിട്ട് പോണില്ല. അതെ ഞാൻ പറഞ്ഞു വന്നത് വടിവേലു സീനാണ്. പുള്ളിയുടെ ഒരു എന്തെന്നാ ക്യാരക്ടറില്ലേ ഭയങ്കരമായിട്ടും. അതല്ലടാ, ഈ സിനിമ ഫീൽഡിൽ പുള്ളിയുടെ ഒരു ഗ്രാഫ് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ സീരിയസ് ചെയ്തേക്കണെല്ലാം ഹിറ്റ് ആവില്ല. മാമനല്ലേ തന്നെ, മാമനല്ലേ തന്നെയുണ്ട് 2 പേരും അടിപൊളി. പുള്ളി തന്നെ ഇതിനകത്ത് 2 പാട്ട് പാടുണ്ടെന്ന് തോന്നുന്നു. അവരാ മറ്റേ ഇതിന്റെ സൈഡിൽ ഇരുന്നിട്ട് പാട്ട് പാടും 2 പേരും കൂടി. ഒക്കെ സെറ്റാണ്. അത്യാവശ്യം കോമഡി എന്ന് പറയാൻ അങ്ങനെയല്ല, ഡ്രാമ ടൈപ്പ് പടം, ഒരു ത്രില്ലർ സംഭവം. നൈസ് എന്തായാലും നമ്മ പ്രതീക്ഷയിലപ്പുറം പടം, പ്രതീക്ഷയിലപ്പുറം. നമ്മൾ ചുമ്മാ നമ്മുടെ തലവൻ തലവി കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിൽ. ഒന്ന് സയാറ, ഒരു ഹിന്ദി പടം ഭയങ്കരമായിട്ട് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം. ഇന്നലെ ഒരുത്തൻ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ കമ്പനിയുള്ള ഒരുത്തൻ പറഞ്ഞൂടെ സയാറ കണ്ടിട്ടൊന്നും അഭിപ്രായം പറഞ്ഞത് സാധനം കത്തിക്കുവാന്ന് തോന്നുന്നു.
ആ സാധനവും മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് തലൈവൻ ഇറങ്ങി കഴിഞ്ഞപ്പോ മാരീശ്വരൻ ഫഹദ് ഉണ്ട്. ഫഹദ് നമ്മുടെ അടിവേലുള്ള പോകുമ്പോ മറ്റേ ഇതില് കണ്ടോ മാമലെല്ലാം നമ്മ കണ്ടേളാം പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ നൈസായിട്ട് സയാറിനെ അങ്ങോട്ട് ചവിട്ടി മാരീശ്വരിൽ കയറി. എന്തായാലും ഓർത്തായിരുന്നു കൊടുത്ത ആശയിന് വിലയുള്ള പട്ടം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് വരേണ്ടി വന്നു. ഇപ്പൊ ഒരു ചായ കുടിക്കാനായിട്ട് ഒരു നമ്മുടെ ഇവിടെ ഐ കഫേ എന്ന് പറയും, നമ്മള് കഴിച്ചിട്ടും കുറച്ച് മാറിയിരുന്ന് വീഡിയോ ചെയ്യുക. കാര്യം ഇൻട്രോവേർട്ടാണ്, അതിനിട്ടിരുന്ന് വീഡിയോ വലിയ ഇനി പടം എന്തായാലും അടിപൊളി. ഇതെല്ലാവരും കാണാം, തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇത് ഇപ്പൊ ടൈം എന്ത് 17:35 5:30 നമ്മള് രാവിലെ 10 മണിക്ക് ആദ്യത്തെ പടത്തിന് കയറി. 9:56-57 ആയപ്പോ കയറി. ഞാൻ വീട്ടിൽ 9:10 ഇറങ്ങിയതാ. 5:30 വീട്ടിൽ 5 മിനിറ്റ് വൈകി പടത്തിന് കയറി. ഫസ്റ്റ് പടം തലേന്നേക്ക് 5 മിനിറ്റ് വൈകി കയറി. 5 മിനിറ്റ് വൈകി കയറിയ അത് പക്ഷേ വലിയ സീനിലായിരുന്നു. 5 മിനിറ്റ് തുടങ്ങിയിട്ടില്ല, മറ്റേ എഴുതിക്കാട്ടലൊക്കെ തന്നെയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ രണ്ടും കിട്ടില്ല, ഒന്നും പറയാനില്ല. എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട മറ്റേത് ഒരു കോമഡി ട്രാക്ക് കുടിക്കുന്ന സാധനം, എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അത്. പക്ഷെ മാരീശ്വരിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രഡിക്റ്റബിൾ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ, പ്രഡിക്റ്റബിൾ ആണ് ചെറുതായിട്ട്, ബട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ. അടിപൊളി പടം. എന്നാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. നമുക്ക് നല്ല മഴക്കാറുണ്ട്, കാറും കിട്ടുമോ അറിയില്ല. പിടിക്കേണ്ടി വരും. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ മരത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇടാൻ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇനി എന്താ പരിപാടി? എൻ്റെ വീട്ടിലോട്ടും ഞാൻ എൻ്റെ വീട്ടിലോട്ടും കുറച്ച് എഡിറ്റ് ചെയ്ത് തീർക്കാറുണ്ട് നമ്മുടെ വർക്ക്സ്. ഇന്ന് അപ്ലോഡ് ചെയ്യാനും ഉണ്ട്. ഈ വീഡിയോ ഇന്ന് ഇടണമെന്നാണ് പ്രതീക്ഷ. ഞാൻ ചെന്നിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. വ്ളോഗ് പോലെ ചെയ്തേക്കുന്നു. ഇപ്പോൾ തൊട്ട് കുത്തിന്ന് എഡിറ്റ് ചെയ്യണം. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. മാക്സിമം ഞാൻ ഇന്ന് നോക്കണുണ്ട്. എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒറ്റ വ്ളോഗിൽ തന്നെ അടിച്ചു തീർക്കാന്ന് വെച്ചു. 2 എണ്ണമൊക്കെ ആയിട്ട് വെറുപ്പിക്കുന്നില്ല. എനിവേ അത്രേ ഉള്ളൂ. എന്തായാലും ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം കേട്ടോ. രണ്ടും തലയിൽ മസ്റ്റ് വാച്ച്. അഭിനയം കണ്ടാൽ തന്നെ നമ്മുടെ പൈസ കൊസ്റ്റൂല്ലേ. മറ്റേനകത്ത് കുറച്ച് കാലമായിട്ട് വിജയ് സേതുപതിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു വേഷം ഇങ്ങനെ കോമഡി സാധനം പിടിച്ച് പുള്ളി ഒന്നുകൂടെ ഫിറ്റായി. കിട്ടിയിലും കോമ്പോ ഒരു ഭയങ്കര കെമിസ്ട്രി വർക്കായി. അത് ചിരി വരും അവരെ കാണുമ്പോൾ തന്നെ. ഭയങ്കര ക്യൂട്ട് കപ്പിൾസ്. കുറെ ചിരിക്കാനുണ്ട് അതിൽ. അതിനകത്ത് ചിരിക്കാനുണ്ട്, കുറച്ചധികം ചിരിക്കാനുണ്ട്. പിന്നെ അത് റെലവൻസ് സാധനമാണ് പറയുന്നത്, കോമഡി ട്രാക്കിൽ കൂടെ പറയും. എനിക്ക് രണ്ടും മാക്സിമം കാണാൻ പറ്റുമോ നോക്കാം നിങ്ങളെല്ലാവരും. നെഗറ്റീവ് അങ്ങനെയൊന്നും പറയാനില്ല. നമുക്ക് നെഗറ്റീവിനകത്തൊന്നും പറയില്ല. കണ്ട 2 പടത്തിന് നെഗറ്റീവ് കണ്ടിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 100% കൊടുക്കുക. ഒരു പടം കണ്ടിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു 80-70% ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ നല്ല പടം എന്നേ പറയുള്ളൂ. ആ 30% വേണ്ടി അത് കളയാറില്ല. പക്ഷെ ഒരു 30%-40% എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. നമുക്ക് ഭയങ്കര ഹൈ ലെവൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് വേണോ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു കഥ നന്നായിട്ട് മേക്ക് ചെയ്ത നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മതി. വസൂൽ സന്തോഷമായിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിരുന്ന് കാണും അല്ലേ. ഞങ്ങളുടെ പോളിസി തന്നെയാണ്. അങ്ങനെ ഭയങ്കര സാധനമൊന്നും വേണമെന്നില്ല. ഒരു 80% വരെ ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. പൊട്ടപ്പടം എന്ന് പറയുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടില്ല. ഒരു 20% കണക്ക് പറഞ്ഞില്ല, ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. ഒട്ടും പൊട്ട എന്നൊക്കെ പറയുമ്പോഴാണ് അത് ഒരു തരത്തിൽ ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവത്തില്ല. എന്തായാലും കൊള്ളാം. പത്രമുള്ളൂ. ഇനിയിപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ വൈഫൈ പറഞ്ഞു വീട്ടിൽ പോകുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് അടുത്ത പടി നോക്കിയിരിക്കുന്നു. അതെ, അതിന് അടുത്ത കണ്ടന്റ് ആലോചിക്കട്ടെ. പണിയില്ലാത്തോണ്ട് എനിവേ ഞാനിപ്പോ ഒരു 3-5ാമത്തെ എണ്ണമാണ് എനിവേ പറയുന്നത്. പോട്ടെ, ബൈ ഗൈസ്. കബഡി കബഡി ഒരു മൈൻഡ് നമ്പർ